രാജ്കുമാർ റാവു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽ സിനിമയായിട്ടുള്ള ടോസ്റ്റർ പുള്ളിയുടെ ഭാര്യയായിട്ടുള്ള പത്രലേഖയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഒരുപാട് ക്യാമിയോ അപ്പിയറൻസുകളും കാര്യമായ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാത്ത ട്വിസ്റ്റുകളും വെച്ച് വലിച്ചു നീട്ടിയിട്ടുള്ള ഇതിലെ തിരക്കഥ കാണുമ്പോൾ ആകെ മൊത്തത്തിൽ ഒരു ഉഴപ്പൻ എഫേർട്ടാണ് ക്രിയേറ്റീവ് സൈഡിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. കഥ മുന്നോട്ട് പോകെ വലിയ ലെവലിലുള്ള കോമഡിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷണൽ കോമഡി സിനിമയാകണം എന്നതൊക്കെയാണ് ഈ പടത്തിന്റെ ഒരു ഉദ്ദേശം. പക്ഷേ ഒരു പോയിന്റിന് ശേഷം ട്വിസ്റ്റുകളൊന്നും തന്നെ വിചാരിച്ച രീതിയിൽ വർക്കാകുന്നില്ല. ഒരുമാതിരി ഓഡിയൻസിനോട് ശോഭ ചിരിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന ലെവലിലേക്ക് എഴുത്തിന്റെ നിലവാരം താഴുന്നുണ്ട്. പെർഫോമൻസുകളിലൂടെ വരുന്ന തമാശ പരിപാടികൾ നമ്മളെ അവിടെയും ഇവിടെയും ചിരിപ്പിക്കുന്നുണ്ടെങ്കിലും ആകെ മൊത്തത്തിൽ സിനിമയുടെ എഴുത്തിന്റെ നിലവാരം വളരെ മോശം തന്നെയാണ്. രമാകാന്തും ഭാര്യ ശില്പയും മുംബൈയിൽ ഒരു ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. പെർഫ്യൂമിന്റെ ഷോപ്പ് നടത്തുന്ന രമാകാന്ത് ഒരു ഒന്നാം തരം പിശുക്കനാണ്. ശില്പയെ മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്ന ആശാന്റെ മകളുടെ കല്യാണത്തിന് സാമാന്യം നല്ലൊരു തുകയുടെ ടോസ്റ്റർ വാങ്ങിക്കൊടുക്കേണ്ട ഒരു അവസ്ഥ രമാകാന്തിന് വരികയുണ്ടായി. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ കല്യാണം മുടങ്ങി എന്നറിഞ്ഞപ്പോൾ താൻ ഗിഫ്റ്റ് കൊടുത്ത ടോസ്റ്റർ തിരിച്ചു വാങ്ങാൻ പിശുക്കനായിട്ടുള്ള രമാകാന്ത് തീരുമാനിക്കുന്നു. അങ്ങനെ ആ ടോസ്റ്റർ തിരിച്ചു പിടിക്കാനുള്ള അയാളുടെ ശ്രമങ്ങൾ അയാളെ അതിലും വലിയ പണികളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നതാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ഒരു ടോസ്റ്ററിനെ കേന്ദ്ര കഥാപാത്രമാക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ്. ലോക്ക്ഡൌൺ സമയത്ത് കുനാൽ ഖേമു നായകനായിട്ട് വന്ന ലൂട്ട് കേസ് എന്ന സിനിമ സമാനമായ ചില എലമെന്റുകളുള്ള ഒരു എന്റർടൈനിങ് കോമഡി ആയിരുന്നു. ഈ പടത്തിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ സംഭവം എല്ലാത്തിന്റെയും നടുവിൽ ഒരു ടോസ്റ്റർ വരുന്നുണ്ടെങ്കിലും അതിനെ ഉപയോഗിച്ച് പുതുമയുള്ള രീതിയിൽ കഥ പറയാൻ തിരക്കഥയ്ക്ക് വേണ്ടത്ര ഇമാജിനേഷൻ ഇല്ല. ഒന്നിലധികം ട്രാക്കുകൾ പാരലലായിട്ട് കൊണ്ടുപോയിട്ട് അവസാനം ഒരു കോമിക്കൽ ഷോ ഡൗൺ അവർക്ക് സൃഷ്ടിക്കാൻ പറ്റും എന്ന് നമുക്ക് തുടക്കത്തിൽ ഒരു തോന്നലുണ്ടാകും. എന്നാൽ ഏകദേശം അരമണിക്കൂർ കഴിയുന്ന സമയത്ത് തന്നെ സിനിമയിൽ റിവീലാകുന്ന ഒരു ട്വിസ്റ്റിന് ശേഷം പടം ആളുകളെ ചിരിപ്പിക്കാൻ സാമാന്യം കഷ്ടപ്പെടുന്നുണ്ട്. ഗുഡ്ഡു ബയ്യ, കേസ് അന്വേഷിക്കാൻ വരുന്ന പോലീസ് ഇൻസ്പെക്ടർ എന്നിവരെയൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും പടത്തിന്റെ ഗ്രാഫ് എന്നിട്ടും അങ്ങോട്ട് ഉയരുന്നില്ല. വിവേക് ദാസ് ചൗധരിയാണ് ഈ പടം സംവിധാനം ചെയ്തിട്ടുള്ളത്. ഫ്രഷ് ആയിട്ടുള്ള രീതിയിൽ സിനിമ അവതരിപ്പിക്കാനൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ എഫേർട്ടൊന്നും കാണുന്നില്ല. സീനുകളുടെ ബ്ലോക്കിങ്ങും ലൈറ്റിംഗ് സ്റ്റൈലും ഒക്കെ ഇതിന്റെ കോമഡി സ്വഭാവത്തെ ഒന്നുകൂടി ആംപ്ലിഫൈ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഇടയായിട്ട് വന്നിട്ടുള്ള പല സിനിമകളിലൂടെയും ഇത് നമുക്ക് വളരെയധികം പരിചിതമായിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള സിനിമകളിൽ ട്രീറ്റ്മെന്റിനേക്കാൾ എഴുതി വെച്ചിട്ടുള്ള കോണ്ടന്റ് തന്നെയാണ് പ്രേക്ഷകനെ കഥയിലേക്ക് അടുപ്പിക്കുന്നത്. തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു ആസ്പെക്റ്റിൽ പടം പാളിപ്പോകുന്നുണ്ട്. നായകന്റെ ഭാര്യയെ ഒരു CID സ്വഭാവമുള്ള ആളാക്കുന്നതും പാരലലായിട്ട് ഒരു പൊളിറ്റീഷ്യനുള്ള ട്രാക്ക് കൊണ്ടുവരുന്നതും ഒരു കെയോസ് സൃഷ്ടിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഉദ്ദേശിച്ച ആ ഒരു ചിരി പടർത്താൻ അങ്ങനത്തെ സബ് പ്ലോട്ടുകൾക്ക് സാധിക്കുന്നില്ല. രാജ്കുമാർ റാവു കരിയറിൽ ചെയ്തിട്ടുള്ള കോമിക്കൽ ഹീറോകളുടെ ഒക്കെ ഒരു ഡെറിവേറ്റീവ് പോലത്തെ കഥാപാത്രമാണ് ഈ സിനിമയിലുള്ള രമാകാന്ത്. പടം ഏറെക്കുറെ മൊത്തമായിട്ടും ഷോൾഡർ ചെയ്യുന്നത് രാജ്കുമാർ റാവു തന്നെയാണ്. പെർഫോമൻസിലൂടെ ഒരു പരിധിവരെ എഴുത്തിലെ പോരായ്മകളെ കുറയ്ക്കാൻ പുള്ളിക്ക് സാധിക്കുന്നുണ്ട്. ഭാര്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച സാനിയ മൽഹോത്ര ഏൽപ്പിച്ച റോള് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ളാറ്റിൽ താമസിക്കുന്ന മറ്റൊരു ആൻറ്റിയുടെ ക്യാരക്ടറായിട്ട് വന്നിട്ടുള്ളത് അർച്ചന പൂരൺ സിംഗ് ആണ്. കാസ്റ്റിംഗ് തന്നെ സ്പോയിലർ ആവുക എന്ന് പറയുന്ന ഒരു സംഗതിക്ക് നല്ല ഉദാഹരണമാണ് പുള്ളിക്കാരിയുടെ ഇതിലെ റോൾ. മഹാരാഷ്ട്രൻ ആക്ടറായിട്ടുള്ള ഉപേന്ദ്ര ലെമായെ പുള്ളി ഈ അടുത്തായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കോമിക്കൽ നെഗറ്റീവ് ക്യാരക്ടർ തന്നെയാണ് ഇവിടെയും ആവർത്തിക്കുന്നത്. സ്വന്തം പ്രൊഡക്ഷനിൽ ഒന്നിലധികം ഗസ്റ്റ് അപ്പിയറൻസുകൾ കുത്തിക്കയറ്റാൻ രാജ്കുമാർ റാവുവിന് സാധിച്ചിട്ടുണ്ട്. അതിലധികം ആളുകളും രാജിന്റെ കരിയറിന്റെ തുടക്കം തൊട്ടേ പുള്ളിയുടെ കൂടെയുള്ളവരാണ്. ഞാനിത് പറയാൻ കാരണം എഴുത്തിലൂടെ കാര്യമായിട്ട് ഹൈ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു ന്യൂനത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗുണവുമില്ലാതെ സിനിമയിലേക്ക് ചേർത്ത് വെച്ചതുപോലെയായിരുന്നു ഇതിലെ പല ഗസ്റ്റ് അപ്പിയറൻസുകളും. എന്തെങ്കിലും കുറിക്കുമ്പോൾ മാത്രം കാണാൻ പറ്റുന്ന, ഓർത്തിരിക്കാൻ കാര്യമായിട്ട് ഒന്നുമില്ലാത്ത തരം നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽ സിനിമകളുടെ നീണ്ട നിരയിലേക്ക് ആഡ് ചെയ്യാവുന്ന മറ്റൊരു സിനിമയാണ് ടോസ്റ്റർ. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്